ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങി, ലുവല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോതിങ് കം ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഒട്ടും തികയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റിസർച്ച് ചെയ്യണം. അപ്പം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ടൈം വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇമെയിലായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലായാലും മെസ്സേജായിട്ടും ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു അവരുടെ ഡൗട്ടുകളും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിവിടെ കാനഡയിൽ നമുക്ക് സമ്മറൊക്കെ ആയി, നമ്മുടെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറച്ചുകൂടെ ഒരു ഈസി ഗോയിങ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, അതുപോലെ എൻ്റെ പേരൻസും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ നമ്മുടെ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ വർഷത്തെ നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് കാണാം. പറ്റുന്ന പോലെ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. ശ്രമിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ ഓണം സീസണാണ് വരുന്നത്. ഓണം സീസൺ ആകുമ്പം നിങ്ങൾക്കറിയാം ഒരുപാട് തിരക്കാണ് ഇവിടെ. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും സെയിലൊക്കെ വരുന്നത് ആ ടൈമിലായിരിക്കും. അതുപോലെ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ, പിക്നിക്കുകൾ, അതുപോലെ ഓണം പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ വരുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിലൊന്ന് പറ്റുമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ളവർ വേണമെങ്കിൽ എനിക്ക് ഇമെയിലായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജായിട്ടോ ഒക്കെ അയക്കാം കേട്ടോ. സുമി ജോഫിൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഓണമൊക്കെ എടുക്കാറായില്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി കേട്ടോ നമ്മുടെ ഗാർഡനിൽ തന്നെ. ഇതൊക്കെ നമ്മളുടെ ആ ഒരു പ്രോപ്പർട്ടി എൻഡ് ചെയ്യുന്ന ആ ഒരു പോർഷനായിരുന്നു. നമ്മുടെ ഫെൻസ് വരുന്ന സൈഡിൽ നമ്മൾ കുറച്ച് റിവർ റോക്സ് ഒക്കെ ഇട്ട് കുറച്ച് നീറ്റാക്കി. കാരണം ഇവിടെ ഫുള്ള് പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നേ. തന്നെയല്ല, നമുക്കിവിടെ ഒരു സ്കങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമലുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം വന്നിട്ട് ഈ ഫെൻസിൻ്റെ ഇടയ്ക്കൂടെ കയറി വരും. മറ്റേ അപ്പുറത്തുള്ള ആ ഒരു പറമ്പിൽ നിന്ന് കയറി വന്നിട്ട് നമ്മുടെ ചെടിയും അതുപോലെ തന്നെ നമ്മൾ ഗാർബേജ് വേസ്റ്റൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം മറിച്ചിടും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ കുറേ റോക്സ് ഇട്ട് അങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഇതിന് കയറാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അങ്ങനെ. അപ്പം അതിവിടെ കുറച്ച് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എല്ലാ വർഷവും തന്നെ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഡെയ്സി നമുക്ക് ഇഷ്ടംപോലെ പൂവായി നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഇത് നല്ലതായിട്ട് ഒന്നിച്ചുണ്ടായി ഇരിഞ്ഞിരിക്കാൻ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു പെരിനിയലാണ്. എല്ലാ വർഷവും നമുക്ക് ഉണ്ടായി വരുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്, നല്ല രസമാണ്. ഇത് തന്നെ ഉണ്ടായി വരും കേട്ടോ. അതുപോലെ ഇവിടെ നമ്മുടെ കുറേ കിഴങ്ങ്, ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ ഞാൻ വെച്ചതൊന്നുമല്ല, കഴിഞ്ഞ വർഷം വെച്ച കിഴങ്ങ്. അത് നമ്മുടെ ഫ്രണ്ടിലാണ് വെച്ചിരുന്നത്. അതിൽ കുറേയൊക്കെ ഞാൻ പറിച്ചെടുത്തായിരുന്നു ലാസ്റ്റായപ്പോൾ, സ്നോ ആവുന്നതിന് മുൻപ്. അപ്പോൾ അതിൽ കുറേ കുഞ്ഞു കിഴങ്ങുകൾ അവിടെ കാണാതെ കിടന്നു പോയത്, അത് കിളുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ നല്ല ഇത് കണ്ടോ. ഇത് ഞാൻ മണ്ണ് ഇളക്കാനായിട്ട് വേറെന്തോ വെക്കാൻ വേണ്ടി മണ്ണ് ഇളക്കിയപ്പോൾ അതിൽ വെട്ട് കൊണ്ടപ്പോഴാണ് ഞാനിത് കാണുന്നത് കേട്ടോ. ഇത്രയും വലിപ്പമുള്ള നല്ല വലിയ കിഴങ്ങായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറിച്ച് കൊണ്ടുവന്ന് ഒന്നിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ കിഴങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം. അതുപോലെ തന്നെ ഇത് മുകളിലേക്കാണ് കേട്ടോ വരുന്നത്. അതായത് താഴേക്കല്ലേ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വളരുന്നത്. പക്ഷേ ഈ കിഴങ്ങിന് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് വേണം മണ്ണിട്ട് കൊടുക്കാൻ. അപ്പം ഇത് മണ്ണ് തെളിഞ്ഞ് കാണുമ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ മുകളിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ അടിയിലും ഫുള്ള് കിഴങ്ങ് വളർന്ന് വന്നോളും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ വെച്ചിട്ട് അധികമൊന്നും ആയില്ല കേട്ടോ. ഒരു 1.5 ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇത് കുറച്ച് പറിച്ചുകൊണ്ട് വെച്ചതാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ കുഞ്ഞു കിഴങ്ങുകൾ അവിടെ നിന്നത് അതിൽ നിന്ന് കിളുത്ത് വന്നതാണ് കേട്ടോ. ഇതെല്ലാം അങ്ങനെ പറിച്ചുകൊണ്ട് വെച്ചാണ് ഈ മുമ്പ് ഞാൻ കാണിച്ചതും കണ്ടോ. ഇതൊക്കെ ഈ കിഴങ്ങിൽ നിന്ന് വന്നതാണ്. ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇത്രയും പെട്ടെന്ന് ഇത്രയും കുഞ്ഞ് ഇതിൽ നിന്ന് പോലും വരുമെന്ന്. അപ്പോൾ ഇപ്പം മനസ്സിലായതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം തൊട്ട് നമുക്ക് ഇത് വലുത് മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ അവിടെ ഇട്ടാൽ നെക്സ്റ്റ് ഇയർ അങ്ങനെ തന്നെ കിളുത്തോളുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടയറിൽ വെച്ചത്. അതാകുമ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കിയാൽ മതിയല്ലോ.
മറ്റു മണ്ണിൽ വെക്കുമ്പോൾ ഇവിടുത്തെ മണ്ണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുമാതിരി നമ്മുടെ ഈ ക്ലേ പോലത്തെ മണ്ണാണ്, അതായത് കളിമണ്ണ് പോലത്തെ കട്ടിയുള്ള പശപശപ്പുള്ള മണ്ണാണ്. അതിൽ നമുക്ക് ഇതൊന്നും പിടിച്ച് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് മണ്ണിളക്കമുള്ള മണ്ണല്ലാത്തത് കൊണ്ട് ഈ ഡയറക്റ്റ് വെക്കാൻ പറ്റില്ല ഈ കിഴങ്ങൊന്നും, കാരണം നമുക്കത് മാന്തി എടുക്കാൻ പറ്റില്ല. അതാണ് ഇതുണ്ട്. ഇതൊരു നല്ല വലിയൊരു കിഴങ്ങായിരുന്നു കേട്ടോ. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇത് ഓൾറെഡി ചീത്തയായി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഇത്ര നാളെ അതിന് മണ്ണിൻ്റെ അടിയിൽ കിടന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് വെച്ചാണ്. ഇതിൻ്റെ സൈഡിൽ നിന്ന് ക്ലിപ്പ് വന്നോളും. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതും ഇതേപോലെ തന്നെ ഒരു ചെടിയാണ് കേട്ടോ. ഞാനതിൻ്റെ പേര് മറന്നുപോയി, നോക്കിയിട്ട് പറയാം. അതുപോലെ നമ്മുടെ ചെറി നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചിരുന്നതാണ്. അന്നേരം നമുക്ക് ഒന്നും ഇതിൽ കായൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മുടെ ചെറിയിലൊരു കായുണ്ട് കേട്ടോ. അവൻ കണ്ടോ, ആദ്യമായിട്ടുണ്ടായതാണ്. അതുകൊണ്ട് ഞാൻ അവനെ നോക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എപ്പോൾ ആകുമെന്ന്. കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പൂവുണ്ടായി. പക്ഷേ ഒന്നും കായായിട്ടില്ല. ആ ഒരെണ്ണം മാത്രമേ കായായി വന്നുള്ളേ. പിന്നെ നമുക്ക് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവിടെ നിർത്തിയതാണ്. എന്തെങ്കിലും പച്ചക്കറിയാണോ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എന്തായാലും നോക്കാം എന്നുള്ള രീതിയിൽ അവിടെ നിർത്തിയതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്പൈഡർ ഷവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് ഈ വൈറ്റ് ഫ്ലവർ നിറച്ച് ഇങ്ങനെ ഉണ്ടായി കിടക്കുവേ. ഇത് നമ്മുടെ ചീര ഇട്ടേക്കുന്ന സൈഡാണ് കേട്ടോ. ഈ ഒരു ബോക്സ് നമ്മൾ ചീര മാത്രം ഇട്ടേക്കുന്നതാണ്. ചീരയും അതുപോലെ ഞാൻ കുറച്ച് സെലറി വെച്ചിട്ടുണ്ട്. സെലറി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തണ്ടാണ് കേട്ടോ എടുക്കുന്നത്. സാലഡിനും ഒക്കെ എടുക്കാം. അതുപോലെ നമ്മുടെ ചിക്കനൊക്കെ എടുക്കുമ്പോൾ അതിലിടാം. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചീര, നമ്മുടെ ഈ ചുമന്ന ചീര, ഞാൻ കഴിഞ്ഞ വർഷം ഇതുണ്ടായി നിന്നപ്പോൾ അതിൻ്റെ അരി ഇങ്ങനെ അങ്ങ് ഇട്ട് അവിടെ തന്നെ പാകി കൊടുത്ത് അങ്ങനെ തന്നെ കിളുത്ത് വന്നതാണ് കേട്ടോ ഈ ചീരയൊക്കെ. ഇത് പാലക്ക് പിന്നെ ഞാൻ വിത്തിട്ട് അങ്ങനെ കിളുത്ത് വന്നതാണ് ഈ കാണുന്ന പാലക്കൊക്കെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സെലറിയുടെ നമ്മൾ തണ്ട് നല്ല വലുതായി കഴിയുമ്പോൾ ആ തണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതാ ഇവിടെ കുറേ തക്കാളി, ഇത് തന്നെ കിളുത്ത് വന്നതാണ് കേട്ടോ. ഇവിടെ തക്കാളി പിന്നെ എവിടെ കൊണ്ടിട്ടാലും കിളുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തക്കാളി. വെറുതെ വിട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരാൾ ബീറ്റർമെലൺ, അതായത് പാവലിൻ്റെ തൈ വിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇട്ടതൊന്നും മുളച്ചില്ലായിരുന്നു കേട്ടോ. വിത്തിട്ടതൊന്നും മുളച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തൈ ആയിട്ട് വാങ്ങി വെച്ചതാണ് 3-4 പാവലിൻ്റെ തൈകൾ. അതുപോലെ ഇതിനകത്ത് ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് നിൽക്കുന്നത്. ഇതിനെല്ലാം പറിച്ച് മാറ്റേണ്ടതാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റാനായിട്ടാണ് കേട്ടോ. ഒരു 3-4 ഇല ആയി കഴിയുമ്പോൾ വേണം മാറ്റാൻ. കാരണം ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലങ്ങനെ വലിപ്പം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഇടയ്ക്ക് കാണുന്നതൊക്കെ മല്ലിയാണേ. കണ്ടോ, മല്ലിയുണ്ട്, എല്ലാം ഒന്നിച്ചാണ്. ഇത് നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഈ പറഞ്ഞ പോലെ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ സൈഡിൽ തന്നെ കൊണ്ട് വെച്ചതാണ്. കാരണം ഇതാകുമ്പോൾ എല്ലാ വർഷവും അവിടെ തന്നെ നിന്ന് ഉണ്ടായിക്കോളും എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മുടെ മുല്ലനെ നമ്മൾ അകത്ത് വെച്ചിരുന്നത് ഇപ്പോൾ സമ്മർ ആയപ്പം പുറത്തിറക്കിയതാണ് ഇവനെ. ഇതിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് പക്ഷേ ഒരു അനക്കമില്ലാതെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ, ഉണങ്ങി നിൽക്കുക. ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയ നിറച്ച് നന്നായിട്ട് തളർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പൂത്ത് കഴിയുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ കറിവേപ്പാണ്. കറിവേപ്പ് നമ്മളുടെ കുഞ്ഞു പെണ്ണ് ഒടിച്ച് കളഞ്ഞതാണ് കേട്ടോ. അവൾ ഇതിൻ്റെ മുകളിലേക്ക് വിൻഡോയിൽ വലിഞ്ഞു കയറി ഇതിൻ്റെ മുകളിലേക്കാണ് വീണത്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം തല ഒടിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ ഇതിൻ്റെ 4 സൈഡിൽ നിന്ന് കിളിപ്പ് വന്നതാണ്. ഇപ്പോൾ അത് അകത്ത് നിന്ന് അത് വാടി. അപ്പോൾ ഞാനതിനെ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ, പൊട്ടിക്കിളക്കാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമില്ല, മുള വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം. പിന്നെ ഇതൊക്കെ നമ്മുടെ പെരിനിയൽ ചെടികളാണ് കേട്ടോ. ഇവിടെ തന്നെ കിളുത്ത് വന്നതാണ്. ഇതെനിക്കറിയില്ല ഇത് ചെടിയാണോ അതോ ഫോണാണോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാണ്. ഇതൊക്കെ നമ്മുടെ തുലിപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കോവലുണ്ടോ, ഈ കോവൽ നമ്മുടെ 3-ാം വർഷമാണ് കേട്ടോ. നമ്മൾ ഈ ചട്ടിയിൽ തന്നെ എല്ലാ വർഷവും എടുത്ത് വെക്കും. ഇത് പന്തലിൽ കയറ്റി വിടും. എന്നിട്ട് വിൻ്റർ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറേ നീളം മുറിച്ചിട്ട് ബാക്കി അതിൽ ചുറ്റി നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൽ ചുറ്റി വെച്ചിരിക്കുന്നുണ്ടോ, ഇത് കണ്ടോ. ഇത് ചുറ്റി വെച്ചിട്ട് അതിൽ മുകളിൽ കുറച്ച് മണ്ണിട്ട് വെക്കുക. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. വെള്ളം ഒഴിക്കാതെ മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു നനവ് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സമ്മർ ആയി കഴിയുമ്പോൾ നിങ്ങൾ പുറത്തെടുത്ത് വെച്ചാൽ ഇതുപോലെ മുള പൊട്ടി വന്നോളും. അതായത് വീണ്ടും നമുക്ക് അതിൽ നിന്ന് കോവയ്ക്ക ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു വെച്ച സാധനമാണ്. ഇത് 3 വർഷമായി കേട്ടോ. ഇപ്പം 3-ാം വർഷമാണിത് ഓടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ വളർന്നു വരുന്ന കമ്പ് ഇതുപോലെ നമ്മുടെ പന്തലിൽ കയറ്റി കൊടുത്താൽ മതി. ഇഷ്ടംപോലെ കായ ഉണ്ടായിക്കോളും. ഇങ്ങനെ ഞാൻ എടുത്തു വെച്ച കമ്പുകളാണ് കേട്ടോ ഈ കാണുന്ന ഈ കമ്പൊക്കെ. ഇതുപോലെ നീളത്തിൽ വന്ന ഇതാണ്. അതുപോലെ ഇത് നമ്മുടെ ലെറ്റൂസാണ്. കണ്ടോ, ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ. ലെറ്റൂസൊക്കെ ഇത്തവണ നമ്മൾ ഇട്ടതൊക്കെ മുളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചതാണ്. അതുപോലെ ഇത് ഒരു വഴുതനയാണ്. ഇതുപോലെ ഇത് നമ്മുടെ എരിവുള്ള മുളക്.
ഇത് നമ്മുടെ വൈറ്റ് മിക്സ് വരുന്ന പനിക്കൂർക്കയാണ്. അത് നമുക്കൊരു തണ്ട് കിട്ടിയത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ കാൻഡലൂപ്പാണ്. ഇഷ്ടംപോലെ തൈയുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ തരാം കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ മുളകുകൾ ഉണ്ട്. നമ്മൾ പാകിയ മുളക് ഇവിടെ മുളച്ച് വരുന്നുണ്ട്. അതുപോലെ അല്ലാതെ വാങ്ങിയ മുളക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങി വെച്ച മുളകിൽ ഇഷ്ടം പോലെ മുളകുണ്ടായിരുന്നേ. നമ്മുടെ ബജ്ജി മുളകായിരുന്നു കേട്ടോ അത്. ഇത് നമ്മുടെ പടവലമാണ് കേട്ടോ. പടവലം എന്ന് പറഞ്ഞു, പക്ഷേ എനിക്കറിയില്ല ഏത് ടൈപ്പാണ്. ഇനി നമുക്ക് നോക്കാം. ഇത് ഞാൻ വിത്തിട്ട് മുളച്ച് വന്ന കുമ്പളമാണ് ഇതും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു തൈ ആയി വരുന്നുണ്ട്, അതുകൊണ്ട്. ഇനി ഇത് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, മല്ലിയിലയൊക്കെ പോലെ പാഴ്സ്ലി എന്ന് പറയും. ഇവിടെ നമ്മുടെ സാലഡിലും ഒക്കെ ഇടാൻ നല്ല ഒരു ഹെർബാണ്, നല്ല ഒരു ഇലയാണ് കേട്ടോ. ഇത് നമ്മൾ എല്ലാ വർഷവും വെക്കുന്ന പോലെ നമ്മുടെ പെറ്റൂണിയ വെച്ചതാണ്. എല്ലാ ചട്ടിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇട കലർന്ന് കുറച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ മുരിങ്ങേനെ നമ്മളെടുത്ത് പുറത്ത് വെച്ചിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു മുള വരുന്നുണ്ട്. പിടിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കാരണം ഇത് കഴിഞ്ഞ വർഷം വെച്ചിട്ട് ഇത് ഉണങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ, അകത്തെടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുള വരുമോ എന്നറിയാം. ഇത് റോസ്മേരി ആയിരുന്നു, ഇത് ഉണങ്ങിപ്പോയി കേട്ടോ. ഇനി അതിലൊന്നും പൊട്ടിക്കളിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്ത് പുറത്ത് വെച്ചതാണ്. നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് കളയാമെന്ന് കരുതിയിട്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ഇതും അതുപോലെ പടവലമാണ്. അതുപോലെ പയർ മുളച്ച് വരുന്നുണ്ട്. പയറൊക്കെ ഇത്തവണ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ മുളച്ച് വരുന്നത്. 1-2 എണ്ണമൊക്കെ മുളച്ചിട്ടുള്ളൂ കേട്ടോ, പതിയെ മുളച്ച് വരുന്നുള്ളൂ. ഇത് നമ്മുടെ സുക്കിനി എന്ന് പറയും. ഇതിൻ്റെ താഴെയാണ് കേട്ടോ, സ്ക്വാഷ് പോലത്തെ നല്ല സംഭവമാണ് സുക്കിനി. കുക്കുംബറും ഇതൊക്കെ ഞാൻ വിത്തിട്ട് കണ്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒന്നും മുളച്ചിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ എന്തോ ഒരു വാട്ടർമെലൺ എന്തോ മുളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുക്കുംബറും കുറച്ച് മുളച്ച് വരുന്നുണ്ട്. ഇത് നോക്കി, ഇത് നമ്മുടെ ലൗക്കിയാണ്. നമ്മുടെ ചൊരക്കയല്ലല്ലോ, ചൊരക്കയെന്നൊക്കെ പറയുന്ന സാധനം. ഇതും അതുപോലെ നമ്മുടെ പടവലവും സുക്കിനി, പിന്നെ ഇത് വഴുതന ഒക്കെ വഴുതനയാണ് കേട്ടോ. വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിളും ഉണ്ട്. അതുപോലെ നമ്മുടെ ബാക്കിലോട്ട് ഒരു ചെറിയ എക്സ്റ്റൻഷൻ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചേട്ടൻ അത് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക്, അതായത് കാനഡയിലുള്ളവർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അവിടെ ഒരാൾ ഭയങ്കര കളിയിലാണ്, മണ്ണെടുത്ത് അവിടെ അപ്പം ചുട്ട് കളിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ നമ്മളുടെ കോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. കോണൊക്കെ വളർന്ന് വരുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു മോർണിംഗ് ഗ്ലോറി ആണെന്ന് തോന്നുന്നു. നല്ല പൂവായതുകൊണ്ട് ഞാനത് നോക്കാൻ നിർത്തിയേക്കുവാണ്, ഇല്ലെങ്കിൽ പറിച്ച് കളയാമെന്ന് കരുതിയിട്ട്. അതുപോലെ ഇവിടോട്ട് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ഞാൻ പുല്ലൊക്കെ മാറ്റി എടുത്തതാണ്. അവിടെ ഇതുവരെ മണ്ണ് നിറച്ചില്ല. ഇത് നമ്മുടെ വീട്ട് പ്രൊട്ടക്ടറാണ് കേട്ടോ. ഇത് ഇടുവാണെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമുണ്ട്, കാരണം പുല്ല് വരത്തില്ല. ഇതിന് മുകളിൽ മണ്ണ് നിറച്ച് നമ്മൾ ചെടികൾ അല്ലെങ്കിൽ വെക്കാം. ഞാനിതിൽ കുമ്പളം അതുപോലെ തന്നെ നമ്മുടെ ക്യാൻറ്റലോപ്പൊക്കെ വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളിത് റെഡിയാക്കിയത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള ഗാർഡൻ. ഇതൊക്കെ കുറച്ച് പണികളുടെയൊക്കെ ബാലൻസൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡെയ്സിയാണ്. ഡെയ്സി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ഒത്തിരി ഇതായിട്ട് ബുഷായിട്ട് ഇവിടെ 2 സൈഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഒരു ബോക്സ് അടിക്കേണ്ടതുകൊണ്ട് നമ്മളതിനെ ഇവിടോട്ട് മാറ്റി. അതുകൊണ്ട് ഇങ്ങനെ കുറേ അവിടെ നിന്നൊക്കെ മാറ്റി വെച്ചതുകൊണ്ട് വാടി നിൽക്കുകയാണ് കേട്ടോ. അതിന് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ, ഇതെല്ലാം കൂടെ നിൽക്കുന്ന കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഇത് ഇവിടെ എല്ലായിടത്തും തന്നെ നിൽക്കുന്ന കാണാം കേട്ടോ, വഴിയിലും ഒക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പെരീനിയലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ പൂ ഉണങ്ങി വീണ് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും അത് കൊളുത്തോളും കേട്ടോ. നമ്മുടെ ചെടികളൊന്നും ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെയ്സി മാത്രമേ വിരിഞ്ഞ് നിൽക്കുള്ളൂ. ബാക്കിയുള്ള വിരിഞ്ഞതൊക്കെയും ഇത് കഴിഞ്ഞു. ഇനി ഡാലിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ. അതുപോലെ മറ്റ് ചെടികളൊക്കെ ഇത് നമ്മുടെ പെറ്റൂണിയ, ഇത് ടൂലിപ്പൊക്കെ കഴിഞ്ഞു. അതുപോലെ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ അവിടെ കാണിച്ച ചെടി തന്നെയാണ് കേട്ടോ, ഞാനിവിടെ പറിച്ച് വെച്ചതാണ്. പിന്നെ ഇതൊക്കെ അങ്ങനെ റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നമ്മുടെ ഗാർഡൻ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്ഡേറ്റ് ചെയ്യാം ഞാൻ എല്ലാ ആഴ്ചയിലും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.